പക്ഷെ അങ്ങനെ ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് താങ്കളെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിന് അറിയാമല്ലോ അല്ലേ? എന്താണ് അവർ ലക്ഷ്യമിടുന്നതെന്ന്? അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. കാരണം അവർക്ക് ഭയാശങ്കകൾ വർദ്ധിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്നതും. BJP എങ്ങനെ ഒതുക്കണം? രണ്ടു കൂട്ടരുടെ ലക്ഷ്യം BJP നോക്കുക എന്നുള്ളതാണല്ലോ. പറയുന്നുണ്ടല്ലോ, അവർ പറയുന്നുണ്ടല്ലോ, BJP തോക്കണം, BJP തോക്കണം. ഇതേ ഉള്ളല്ലോ അവരുടെ മുദ്രാവാക്യം. BJPക്കെതിരെയാണ് അവരുടെ പ്രചരണങ്ങൾ മുഴുവൻ. നോക്കിയോ, അവരുടെ ആരോപണങ്ങൾ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ ഉന്നം വെക്കുന്ന BJPക്കാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ശത്രുവിൻ്റെ ശത്രു മിത്രമാകും. ശത്രുവായി കാണുകയാണ്. ആ ശത്രു മിത്രമായി തീരുകയാണ് ഇവിടെ കേരളത്തിൽ. ഇനി നോക്കിയോ, പരസ്പരം അവർക്ക് ഇനി പ്രചരണം അങ്ങോട്ട് പോകുമ്പോൾ തോളിൽ കൈയിട്ട് ഒരുമിച്ച് ഒരേ വേദിയിൽ വന്നു നിന്നുകൊണ്ട് പ്രസംഗിക്കേണ്ട സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. പക്ഷെ BJP NDAക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്, ദിശാബോധമുണ്ട്, പരിപാടിയുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കാര്യങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, ഉറപ്പുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഒരിക്കലും അത് BJP പക്ഷത്തേക്ക് വരുന്നില്ല. അതിന്റെ കൺസോളിഡേഷൻ എവിടെ നടക്കുന്നു അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം. അത് BJPക്ക് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ പോലും അത് സംഭവിക്കും. ശരിയാണല്ലോ. ഉദാഹരണത്തിന് മഞ്ചേശ്വരത്ത് അങ്ങനെ സംഭവിക്കാം, നേമത്ത് അങ്ങനെ സംഭവിക്കാം. മുസ്ലിങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങി, എന്താണ് ഇവിടെ മുസ്ലിം വിരോധം ഉണ്ടാകത്തക്ക വിധത്തിൽ BJP എന്താ ചെയ്യുന്നത്? മുസ്ലിങ്ങളുടെ ശത്രുത ഉണ്ടാകത്തക്ക വിധത്തിൽ BJP NDA എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞ് മുസ്ലിം സമൂഹത്തിൽ ഭയാശങ്കകൾ ഉണ്ടാക്കുകയാണ്. ഒരു BJP വിരോധം അവർ സൃഷ്ടിച്ചെടുക്കുകയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം സമൂഹത്തിൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന, സ്വതന്ത്രമായി ചിന്തിക്കുന്ന, വസ്തുതകൾ മനസ്സിലാക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. മെല്ലെ മെല്ലെ അവർ BJP അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കോളൂ, അത് കാലക്രമേണ അത് വർദ്ധിച്ചു പോയി. മറ്റ് മതവിഭാഗങ്ങളിലെല്ലാം, ഞാനിപ്പം ക്രിസ്ത്യൻ സമൂഹമായിരുന്നാലും ഒരു കാലത്ത് വലിയൊരു ശത്രുത വളർത്തിയെടുക്കുകയാണ് ഈ കോൺഗ്രസും CPM ചെയ്തുകൊണ്ടിരുന്നു. അത് മാറി ഇനിയിപ്പം മുസ്ലിങ്ങളിലും അത് മാറും. താങ്കൾക്ക് തന്നെ ഒരു തീവ്ര ഹിന്ദു എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു അല്ലെ? പല വിഷയങ്ങളിലും താങ്കളുടെ ഇടപെടൽ. താങ്കൾ ഇപ്പോൾ മത്സരിക്കുന്ന ആറന്മുളയിൽ വലിയ വിഭാഗം ക്രൈസ്തവ ജനവിഭാഗം ഉള്ളതാണ്. അവർക്ക് ആ പഴയ എതിർപ്പ് താങ്കളോടുള്ളതായി തോന്നുന്നു? എന്നോട് ഒരു എതിർപ്പും അവർക്കില്ല. ഞാനൊരു ഹിന്ദു തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഒരാളല്ല. ഞാൻ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുകയും എല്ലാവരുമായി സൗഹൃദത്തിൽ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നേ വരെ എൻ്റെ പേരിൽ ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പരാമർശം ഉണ്ടായിട്ടൊരു കേസ് പോലും ഇല്ലല്ലോ. എന്നെ വർഗീയവാദികളെന്ന് CPM പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വർഗീയ കലാപം ഇവിടെ നടന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കേസ് എൻ്റെ പേർക്കുണ്ടോ? ശിക്ഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ എന്നെക്കുറിച്ച് പരാമർശമുണ്ട്. അതേസമയം CPM-നെ കുറിച്ച് പരാമർശമുണ്ട്, കോൺഗ്രസിനെ കുറിച്ചുണ്ട്, മുസ്ലിം ലീഗിനെ കുറിച്ചുണ്ട്, പരാമർശമുണ്ട്. അതേസമയം എവിടെയെങ്കിലും ഈ പറയുന്ന മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്ന സ്ഥലത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അവിടെ പോയി ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഒരു മേശയ്ക്ക് ചുറ്റിയിരുന്ന് പ്രശ്നം സംസാരിച്ച് തീർത്ത ഒരാളാണ് ഞാൻ. ഏത് വിഷയത്തിൽ? താങ്കൾ മാറാട് വിഷയത്തിൽ ഏത് വിഷയത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മാറാട് വിഷയമായിരുന്നാലും, നിലയ്ക്കൽ വിഷയമായിരുന്നാലും, പൂന്തറ വിഷയമായിരുന്നാലും, ഏത് വിഷയം എടുത്ത് നോക്കിക്കോളൂ. അവിടെയൊന്നും എൻ്റെ പേരിലൊരു കേസുമില്ല, എന്നെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇതിനെല്ലാം ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളും ആ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയാണ്. ഇപ്പം എനിക്കെതിരെ വർഗീയവാദം വാദിയാണെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരും CPM-കാരും മുസ്ലിം ലീഗുകാരും എല്ലാവരും അതിൽ കുറ്റവാളികളാണ്. അവരൊക്കെ അത് തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ആരാണ് വർഗീയത? പക്ഷെ താങ്കളുടെ ആ ഇമേജ് താങ്കളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടോ? ഇപ്പോൾ വട്ടിയൂർക്കാവിൽ താങ്കൾ K മുരളീധരനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. താങ്കൾ വിജയിക്കുന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ അവസാനം ന്യൂനപക്ഷ വോട്ടുകളാണ് താങ്കളുടെ വിധി നിർണ്ണയിച്ചത്. താങ്കൾ 1000-ൽ പരം വോട്ടുകൾക്കാണല്ലോ അവസാന റൗണ്ടിൽ തോറ്റത്. അപ്പോൾ ആ ഒരു പ്രതിച്ഛായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു പ്രതിച്ഛായ എനിക്ക് അവരെല്ലാം വിശ്വാസമാണ്. എനിക്ക് ഇവിടുത്തെ ക്രൈസ്തവരെയും മുസ്ലിം സഹോദരങ്ങളെയും വലിയ വിശ്വാസമാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപക്ഷെ ഇവിടുത്തെ CPM കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്, കുറേ മീഡിയ ശ്രമിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, കാരണം എന്നിൽ വിശ്വാസമുണ്ട്. ഞാനിവിടെ എല്ലാ മതസ്ഥരെയും സ്നേഹിക്കുകയും അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നെ ഒരു മതവിദ്വേഷിയാണെന്ന് ഒരിക്കലും ആരും പറയില്ല. കാരണം 97% ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന മിസോറാമിൽ ഗവർണറായിരുന്നയാണ് എന്നെ അവർ യാത്രയാക്കിയത്. അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരും സംഘടനയുടെ നേതാക്കന്മാരും എല്ലാവരും എയറോഡ്രോമിൽ വന്ന് അവർ കെട്ടിപ്പിടിച്ചെന്നെ യാത്രയാക്കി. പക്ഷെ ചെന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. അതാണ് കേരളത്തിലെ അതിൻ്റെ അകത്ത് കേരളത്തിലെ മീഡിയയുടെ പങ്കുണ്ട്, CPM-ന്റെ പങ്കുണ്ട്, കോൺഗ്രസിൻ്റെ പങ്കുണ്ട്. ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഒരു ചിത്രം അവർക്ക് അയച്ചു കൊടുത്തു. പക്ഷേ അവർക്ക് അതെല്ലാം ബോധ്യപ്പെട്ടു. അതിലൊന്നും യാതൊരു വാസ്തവമില്ല.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.